സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇറാന് മുന്നിൽ ഒരിക്കൽ കൂടി തോറ്റ് തൊപ്പിയിട്ടിരിക്കുകയാണ് ട്രംപ്. ഇറാനിലെ ആക്രമണം ട്രംപ് നിർത്തിയത് പ്രതിരോധ മിസൈലുകൾ തീർന്നതുകൊണ്ട് മാത്രമല്ല, ട്രംപിന്റെ വൻ ആയുധ പ്രതിസന്ധിക്ക് അതിനും അപ്പുറമുള്ള രഹസ്യ തലങ്ങളുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. അതിൽ റഷ്യ, ചൈന പേടിയുമുണ്ട് എന്നതാണ് ശ്രദ്ധേയം. അമേരിക്കയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇറാന്റെ അസിമെട്രിക് യുദ്ധതന്ത്രവുമാണ്. അതായത് ട്രംപിനെ വീണ്ടും ഇറാൻ പൂട്ടി എന്നാണ് വിശകലന വിദഗ്ധരെല്ലാം പറയുന്നത്. അതും പോരാഞ്ഞ് ഹോർമൂസിലെ ഇറാന്റെ ശേഷി ഇല്ലാതാക്കാനുള്ള ലക്ഷ്യങ്ങൾ കണ്ടെത്തുന്നതിൽ അമേരിക്കൻ സേന ഇരുട്ടിൽ തപ്പുകയുമാണ്. അക്കാര്യവും അമേരിക്കൻ സൈന്യം ട്രംപിന് കൊടുത്ത രഹസ്യ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം ഇറാൻ ഹോർമൂസിൽ തങ്ങളുടെ സർവാധിപത്യം തുടരുകയുമാണ്. 6 കപ്പലുകൾ കൂടി തടഞ്ഞുവെന്നാണ് ഇറാൻ മാധ്യമങ്ങൾ അറിയിക്കുന്നത്. അമേരിക്ക ഇങ്ങോട്ട് ആക്രമിച്ചില്ല എങ്കിൽ ഗൾഫിലെ അമേരിക്കൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമിടില്ല എന്നാണ് ഇറാൻ നിലപാട് അറിയിക്കുന്നത്. അതായത് ഇത് ഇറാന്റെ തന്ത്രപരമായ വിജയത്തിന്റെ മറ്റൊരു ഘട്ടമാണെന്ന് പറയാൻ കഴിയും. എന്നുവെച്ചാൽ ഇറാനെ ട്രംപ് ഇപ്പോൾ തീർക്കുമെന്ന് പറഞ്ഞവർക്ക് മുന്നിൽ ഇറാൻ ഒരിക്കൽ കൂടി തല ഉയർത്തി നിൽക്കുകയാണ് എന്ന് പറയാം. ചർച്ച നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുമ്പോഴും ട്രംപ് ആകെ ജാള്യതയിലാണ്. ഇറാനെതിരെ വിജയം നേടാൻ ട്രംപിന് മുന്നിൽ മറ്റു വഴികളൊന്നും ഇപ്പോൾ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇറാൻ ട്രംപിന്റെ ഒരു ഭീഷണിയും വകവയ്ക്കുന്നുമില്ല. അമേരിക്കൻ സൈന്യത്തിന് ഇറാനിൽ കരസേനയെ ഇറക്കാൻ പേടിയുമാണ്. അതിന് കാരണം ഇറാന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ്. അതുതന്നെയാണ് അവരുടെ ഏത് സേനയെക്കാളും ഇറാന്റെ കരുത്തും. അതായത് 3 കാരണങ്ങൾ കൊണ്ടാണ് ട്രംപ് ഇറാനെ ആക്രമിക്കുന്നത് നിർത്തി നയതന്ത്ര ചർച്ചാ സാധ്യതകളിലേക്ക് വീണ്ടും കടന്നത്. ആ കാരണങ്ങൾ നോക്കിക്കാണുകയാണ് ഈ വീഡിയോയിലൂടെ. വാർത്തകളുടെ ഉള്ളറിയാം. ട്രംപ് ആക്രമണം നിർത്തിയതിന് ഒന്നാമത്തെ കാരണം ആയുധ പ്രതിസന്ധി തന്നെയാണ്. പക്ഷേ ആ പ്രതിസന്ധിക്ക് നമ്മൾ കേട്ടതിനും അപ്പുറമുള്ള ചില രഹസ്യ തലങ്ങളുണ്ട്. അതിൻ്റെ ഒരു ആഘാതമാണ് അമേരിക്ക ജോർദാനിൽ അനുഭവിച്ചത്. വിശദമായി നമുക്ക് പരിശോധിക്കാം. അമേരിക്കൻ സൈന്യം നേരിടുന്നത് ചരിത്രത്തിലെ ഏറ്റവും കടുത്ത വ്യോമ പ്രതിരോധ മിസൈൽ ക്ഷാമമാണ് എന്നാണ് CNN പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിൽ അമേരിക്കയുടെ പക്കൽ ആകെ ബാക്കിയുള്ളത് 1000-ൽ താഴെ പാട്രിയറ്റ് മിസൈലുകൾ മാത്രമാണ്. അതായത് അവരുടെ ആകെ ശേഖരത്തിൻ്റെ പകുതിയിലധികം പാട്രിയറ്റ് മിസൈലുകൾ തീർന്നുപോയി. യുദ്ധം ആരംഭിച്ചത് മുതൽ ഇതുവരെ അമേരിക്ക 1500-ലധികം പാട്രിയറ്റ് മിസൈലുകൾ ഇറാന്റെ ഡ്രോണുകളെയും മിസൈലുകളെയും തടയാൻ ഉപയോഗിച്ചു കഴിഞ്ഞു എന്നാണ് പെൻറ്റഗന്റെ റിപ്പോർട്ട്. ഇനി ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കാൻ ഉപയോഗിക്കുന്ന താഡ് മിസൈലുകളുടെ കാര്യമെടുത്താൽ ആകെ ശേഖരത്തിൻ്റെ ഏകദേശം 50% മുതൽ 80% വരെ അമേരിക്കയ്ക്ക് ഇതിനകം താഡ് ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. അതായത് വിശ്വസിക്കാൻ പ്രയാസമുള്ള ക്ഷാമമാണ് അമേരിക്ക പ്രതിരോധ മിസൈലുകളുടെ കാര്യത്തിൽ അനുഭവിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പ്രതിസന്ധിക്ക് പ്രധാന കാരണക്കാരൻ ഇറാനാണ്. ഇറാന്റെ വില കുറഞ്ഞതും എന്നാൽ ആഘാതശേഷിയുള്ളതുമായ ഡ്രോണുകളെയും മിസൈലുകളെയും നേരിടാൻ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള ഒട്ടേറെ പ്രതിരോധ മിസൈലുകളാണ് അമേരിക്കയ്ക്ക് ഉപയോഗിക്കേണ്ടി വന്നത്. ഇറാനെ കുറച്ച് കണ്ട് യുദ്ധത്തിന് ഇറങ്ങിയതും വിനയായെന്ന് പ്രതിരോധ വിദഗ്ധർ പറയുന്നു. ഈ പ്രതിരോധ മിസൈലുകളുടെ ക്ഷാമം അമേരിക്ക പോലുള്ള രാജ്യത്തിന് പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയില്ലേ എന്നതാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ ഇല്ല എന്നതാണ് നിലവിലെ സാഹചര്യത്തിൽ ഉത്തരം. അതിന് പല കാരണങ്ങളുണ്ട്. അതിന് പ്രധാന കാരണം ഉൽപാദന നിരക്കിലെ വൻ കുറവാണ്. പാട്രിയറ്റ് മിസൈൽ നിർമ്മിക്കുന്ന ലോഗ് ഹീഡ് മാർട്ടിൻ കമ്പനിക്ക് വർഷത്തിൽ വെറും 500 മുതൽ 600 വരെ മിസൈലുകൾ മാത്രമേ നിർമ്മിക്കാൻ ശേഷിയുള്ളൂ. അതായത് യുദ്ധത്തിൽ തീർന്നുപോയ പാട്രിയറ്റ് താഡ് മിസൈലുകളുടെ ശേഖരം പൂർണ്ണസ്ഥിതിയിലാക്കാൻ നിലവിലെ ഉൽപാദന വേഗതയനുസരിച്ച് 3 മുതൽ 5 വർഷം വരെ സമയമെടുക്കും എന്ന് അർത്ഥം. മാത്രമല്ല പാട്രിയറ്റ് മിസൈലുകൾ അമേരിക്കൻ സൈന്യത്തിന് മാത്രമല്ല നിർമ്മിച്ച് നൽകുന്നത്. സൗദി അറേബ്യ, ജർമ്മനി, പോളണ്ട് തുടങ്ങിയ 18-ലധികം സഖ്യകക്ഷികൾക്കായി 4300-ലധികം മിസൈലുകളുടെ ഓർഡറുകൾ നിലവിൽ ഈ കമ്പനിയുടെ പക്കലുണ്ട്. അതായത് അമേരിക്ക ഓർഡർ ചെയ്താൽ തന്നെ മിസൈലുകൾ വരാൻ ഇനിയും സമയമെടുക്കും എന്നർത്ഥം. പ്രതിരോധ മിസൈൽ ക്ഷാമത്തിന് മറ്റൊരു കാരണം കയ്യിലുണ്ടായിരുന്ന പാട്രിയറ്റ് മിസൈലുകൾ വൻതോതിൽ യുക്രൈന് അമേരിക്ക കൈമാറി എന്നതാണ്. മറ്റ് നാറ്റോ രാജ്യങ്ങളിൽ നിന്ന് പ്രതിരോധ മിസൈലുകൾ വാങ്ങാമെന്ന് വെച്ചാൽ അവരെല്ലാം മുഖം തിരിച്ചു നിൽക്കുകയാണ്. സ്വന്തം സുരക്ഷയെ ബാധിക്കുമെന്നുള്ള ഭയം കൊണ്ട് പോളണ്ടിനെ പോലുള്ള മറ്റ് നാറ്റോ രാജ്യങ്ങൾ തങ്ങളുടെ പക്കലുള്ള മിസൈലുകൾ അമേരിക്കയ്ക്ക് കൈമാറാൻ വിസമ്മതിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള മിസൈലുകളെല്ലാം ഇറാനെതിരായ യുദ്ധത്തിന് ഉപയോഗിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ അവിടെയാണ് ചൈന പേടി, അമേരിക്കയുടെ ചൈന പേടി കിടക്കുന്നത്. മിസൈലുകൾ പൂർണ്ണമായും പശ്ചിമേഷ്യയിലേക്ക് മാറ്റിയാൽ പസഫിക് മേഖലയിൽ ചൈനയ്ക്കെതിരെയുള്ള അമേരിക്കയുടെ പ്രതിരോധം പൂർണ്ണമായും ഇല്ലാതാകും. തായ്വാൻ വിഷയത്തിൽ ചൈനയുമായി ഒരു യുദ്ധമുണ്ടായാൽ ഉപയോഗിക്കാൻ അമേരിക്കയ്ക്ക് മിസൈലുകൾ, അതായത് പ്രതിരോധ മിസൈലുകൾ ഇല്ലാത്ത അവസ്ഥ വരും.
ഇപ്പോൾ തന്നെ ഗൾഫ് മേഖലയിലേക്ക് പ്രതിരോധ മിസൈലുകൾ വ്യാപകമായി എത്തിച്ചത് അമേരിക്കയുടെ ആഗോള സുരക്ഷാ വ്യൂഹത്തെ തന്നെ അപകടത്തിലാക്കിയിരിക്കുന്നു എന്നാണ് പ്രതിരോധ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. ആധുനിക പാട്രിയോട്ടിക് മിസൈലുകൾ തീർന്ന സാഹചര്യത്തിൽ തങ്ങളുടെ പക്കലുള്ള പതിറ്റാണ്ടുകൾ പഴക്കമുള്ള PAC-2 പാട്രിയോട്ടിക് മിസൈലുകൾ പൊടിതട്ടിയെടുത്ത് അടിയന്തരമായി ഉപയോഗിക്കാൻ അമേരിക്കൻ സൈന്യം നിർബന്ധിതമായിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുള്ളത്. ഇറാന്റെ അത്യാധുനിക മിസൈലുകൾക്കെതിരെ ഇവ എത്രത്തോളം ഫലപ്രദമാകും എന്നതിൽ അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥർക്ക് ആശങ്കയുമുണ്ട്. മാത്രമല്ല, ജോർദാനിൽ 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതും 100ഓളം സൈനികർക്ക് പരിക്കേറ്റതുമായ ആക്രമണങ്ങൾ ഇറാന്റെ പ്രഹരശേഷി കാണിക്കുന്നതുമാണ്. ജോർദാനിലെ ഇറാന്റെ വിനാശകരമായ ആക്രമണത്തിന് പിന്നിൽ റഷ്യ ഉണ്ട് എന്നതും അമേരിക്കൻ കേന്ദ്രങ്ങളെ കൂടുതൽ ജാഗരൂകരാക്കുന്നു. അതുകൊണ്ട് തന്നെ വ്യോമ പ്രതിരോധ മിസൈലുകൾ തീർന്നു പോകുന്ന സാഹചര്യത്തിൽ യുദ്ധം നീണ്ടുപോയാൽ ഗൾഫിലെ തങ്ങളുടെ പ്രധാന സൈനിക ക്യാമ്പുകൾ മുഴുവൻ ഇറാന്റെ മിസൈലുകൾക്ക് ഇരയാകുമെന്നും ആയിരക്കണക്കിന് സൈനികരുടെ ജീവൻ അപകടത്തിലാകുമെന്നും ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ട്രംപിന് രഹസ്യ റിപ്പോർട്ട് നൽകുകയായിരുന്നു. ഇതുകൊണ്ടാണ് ട്രംപ് പെട്ടെന്ന് തന്നെ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നത്. വലിയ ആക്രമണം നടത്തും, ഇറാനെതിരെ ഇതാ വരുന്നു വലിയ ആക്രമണം എന്നൊക്കെ പറഞ്ഞ ശേഷം പെട്ടെന്ന് ട്രംപ് പിൻവാങ്ങിയതിന് പ്രധാനപ്പെട്ട കാരണം ഈ ചീഫ് ഓഫ് സ്റ്റാഫ് നൽകിയ ഈ രഹസ്യ റിപ്പോർട്ടാണ് എന്നാണ് വിലയിരുത്തൽ. അത്രത്തോളമാണ് അമേരിക്ക നേരിടുന്ന പ്രതിരോധ മിസൈൽ പ്രതിസന്ധി, അല്ലെങ്കിൽ ആ മിസൈൽ പ്രതിസന്ധിയുടെ ആഴം എന്ന് തന്നെ പറയാം. സൈനിക വിദഗ്ധരും പശ്ചിമേഷ്യൻ നിരീക്ഷകരും ഈ സാഹചര്യത്തെ ഇറാന്റെ വലിയൊരു തന്ത്രപരമായ വിജയമായിട്ടാണ് വിലയിരുത്തുന്നത്. അതിന് കാരണം ആധുനിക യുദ്ധചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാജ്യം അമേരിക്കൻ സൈന്യത്തിൻ്റെ പക്കലുള്ള വ്യോമ പ്രതിരോധ മിസൈലുകളുടെ ശേഖരം ഏറെക്കുറെ പൂർണ്ണമായും തീർക്കുന്ന രീതിയിൽ നിരന്തരമായ ആക്രമണം നടത്തുന്നത്. അമേരിക്കയ്ക്ക് തങ്ങളുടെ സഖ്യകക്ഷികളെയോ സ്വന്തം താവളങ്ങളെയോ സംരക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളൊരു അവസ്ഥ ഇറാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു. മാത്രമല്ല, ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ സ്വാധീനം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്ക 2ാം ഘട്ട ആക്രമണം തുടങ്ങിയത്. എന്നാൽ ഒന്നും നേടാൻ കഴിയാതെ സ്വന്തം ആയുധക്ഷാമം കാരണം ട്രംപിന് ആക്രമണം നിർത്തിവെക്കേണ്ട സാഹചര്യം ഇറാന്റെ ഒരു പ്രതിരോധ തന്ത്രത്തിൻ്റെ വിജയമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ചുരുക്കത്തിൽ, അമേരിക്കയുടെ വൻ സൈനിക ശക്തിയെ നേരിട്ടുള്ള യുദ്ധത്തിൽ തോൽപ്പിക്കുന്നതിന് പകരം അവരുടെ പ്രതിരോധ സംവിധാനങ്ങളുടെ പരിമിതികളെ മുൻകൂട്ടി കണ്ട് അതിനെ കൃത്യമായി മുതലെടുക്കാൻ ഇറാന് സാധിച്ചു എന്നാണ് പ്രതിരോധ വിദഗ്ധരെല്ലാം ഒരേ സ്വരത്തിൽ വിലയിരുത്തുന്നത്. ട്രംപ് പിന്മാറാനുള്ള 2ാമത്തെ കാരണത്തിലേക്ക് വന്നാൽ, അമേരിക്കയ്ക്ക് മുന്നിൽ ഇനി ലക്ഷ്യസ്ഥാനങ്ങളില്ല എന്ന സൈന്യത്തിൻ്റെ റിപ്പോർട്ടാണ്. അതായത് രഹസ്യമായി നൽകിയ റിപ്പോർട്ടിൽ ഈ ആയുധക്ഷാമത്തിനൊപ്പം തന്നെ സൈന്യം പറയുന്നത് ഇനി തങ്ങളുടെ മുന്നിൽ ലക്ഷ്യസ്ഥാനങ്ങളില്ല എന്നാണ്. അതായത് ഇറാനിൽ ഇനി ആക്രമിച്ചു തകർക്കാൻ ചാര ഉപഗ്രഹങ്ങൾ കണ്ടെത്തിയ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ ബാക്കിയില്ല എന്നാണ് അമേരിക്കൻ സൈന്യം പറയുന്നത്. അപ്പോൾ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളൊക്കെ പിന്നെ എവിടെ നിന്നാണ്? അതാണ് ചോദ്യം. ഇറാനെതിരായ സൈനിക നീക്കത്തിൽ അമേരിക്ക നേരിട്ട ഏറ്റവും വലിയ പരാജയം ഇവിടെയാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ 13 ദിവസത്തെ ആക്രമണത്തിലൂടെ ഇത്തരത്തിൽ ഉപഗ്രഹങ്ങൾക്ക് ദൃശ്യമായ റഡാർ സ്റ്റേഷനുകൾ, കമാൻഡ് സെൻറ്ററുകൾ, തുറസായ സ്ഥലങ്ങളിലെ മിസൈൽ ലോഞ്ചറുകൾ എന്നിവയെല്ലാം അമേരിക്ക തകർത്തു എന്നതാണ് അവരുടെ അവകാശവാദം. സാങ്കേതികമായി പറഞ്ഞാൽ, ഉപഗ്രഹ ചിത്രങ്ങൾ നോക്കി ബോംബെറിയാൻ പാകത്തിലുള്ള ദൃശ്യമായ ലക്ഷ്യങ്ങൾ ഇനി ഇറാനിൽ ബാക്കിയില്ല എന്ന് പറയാം. എന്നാൽ അമേരിക്കയ്ക്ക് തൊടാൻ കഴിയാത്ത ഇറാന്റെ യഥാർത്ഥ സൈനിക ശക്തി ഭൂമിക്കടിയിലാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇറാൻ തങ്ങളുടെ ഭൂരിഭാഗം ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും സൂക്ഷിച്ചിരിക്കുന്നത് പേർഷ്യൻ ഗൾഫ് തീരത്തെ കനത്ത പാറമലകൾ തുരന്ന് 100 കണക്കിന് അടി ആഴത്തിൽ നിർമ്മിച്ച ബങ്കറുകളിലാണ്. ഇവയെ അണ്ടർഗ്രൗണ്ട് മിസൈൽ സിറ്റികൾ, അല്ലെങ്കിൽ ഇറാന്റെ ഭൂഗർഭ മിസൈൽ സിറ്റികൾ എന്നാണ് വിളിക്കുന്നത്. ഈ ഭൂഗർഭ താവളങ്ങൾക്കുള്ളിൽ എന്താണ് നടക്കുന്നത്, എവിടെയാണ് മിസൈൽ വെച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്താൻ അമേരിക്കൻ ഉപഗ്രഹങ്ങൾക്ക് സാധിക്കില്ല. അമേരിക്കൻ ചാരന്മാർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. അമേരിക്കയുടെ പക്കലുള്ള ഏറ്റവും മാരകമായ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് പോലും തകർക്കാൻ കഴിയാത്തത്ര ആഴത്തിലും മറ്റും ഉണ്ടാക്കിയ കോൺക്രീറ്റ് സുരക്ഷയിലാണ് ഈ ബങ്കറുകൾ ഇറാൻ നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഹോർമൂസ് കടലിടുക്കിന് കാവൽ നിൽക്കുന്ന ഇറാന്റെ ആൻറ്റി ഷിപ്പ് മിസൈലുകൾ സ്ഥിരമായി ഒരു സ്ഥലത്തല്ല വെച്ചിരിക്കുന്നത്. അവ വലിയ ട്രക്കുകളിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഭൂമിക്കടിയിൽ നിന്ന് ഇവ പെട്ടെന്ന് തന്നെ പുറത്തെടുത്ത് കപ്പലുകൾക്ക് നേരെ, അതായത് ഹോർമൂസിലൂടെ ഇറാന്റെ നിർദ്ദേശം അനുസരിക്കാതെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് നേരെ തൊടുത്ത ശേഷം മിനിറ്റുകൾക്കകം വീണ്ടും ഭൂഗർഭ തുരങ്കങ്ങളിലേക്ക് മാറ്റും. അമേരിക്കൻ ഉപഗ്രഹങ്ങൾ, ചാര ഉപഗ്രഹങ്ങൾ ഇത് കണ്ടെത്തി സൈന്യത്തിന് വിവരം കൈമാറുമ്പോഴേക്കും മിസൈൽ ലോഞ്ചറുകൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് എത്തിയിരിക്കും. അതുകൊണ്ടാണ് അമേരിക്ക എല്ലാം തകർത്തു എന്ന് പറയുമ്പോഴും ഇറാൻ വീണ്ടും വീണ്ടും ഹോർമൂസിലും മറ്റും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇറാന്റെ ഭൂഗർഭ പ്രതിരോധ തന്ത്രവും
അമേരിക്കൻ സൈന്യം തൽക്കാലത്തേക്ക് യുദ്ധം നിർത്താനുള്ള പ്രധാന കാരണമാണ്. അതായത് ഇറാൻ്റെ ഈ ഭൂഗർഭ ഭൂമിക്കടിയിലുള്ള എവിടേക്കാണ് ഈ മിസൈലുകൾ എന്നുള്ളത് അമേരിക്കയ്ക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മൂന്നാമത്തെ കാരണം, യുദ്ധം നീളുന്നതും ഹോർമൂസ് അടഞ്ഞു കിടക്കുന്നതും കാരണം ഇറാന് നഷ്ടപ്പെടാനൊന്നുമില്ല. പക്ഷേ അമേരിക്കയ്ക്കും ഗൾഫ് രാജ്യങ്ങൾക്കും അങ്ങനെയല്ല. അവർക്ക് ഇന്ധനവിലയായും അല്ലാതെയും ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം ഓരോ ദിവസവും കനത്തതാണ്. അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങൾ വീണ്ടും ട്രംപിന് മേൽ JD വാൻസ് വഴി, അതായത് വൈസ് പ്രസിഡന്റ് JD വാൻസ് വഴി സമ്മർദ്ദം ചെലുത്തി എന്നാണ് റിപ്പോർട്ട്. അതുകൊണ്ടാണ് യുദ്ധം തൽക്കാലത്തേക്ക് നിർത്താൻ ട്രംപ് തയ്യാറായി എന്നുള്ളതാണ് ഒരു റിപ്പോർട്ട് വരുന്നത്. മാത്രമല്ല, ചെങ്കടലിൽ ഹൂതികൾ പിടിമുറുക്കിയത് കാരണം സൗദിയുടെ എണ്ണ വിൽപ്പന സാധ്യത അടഞ്ഞതും ട്രംപിനെ മാറ്റി ചിന്തിപ്പിച്ചു എന്നാണ് വിലയിരുത്തൽ. അതേസമയം ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്താതെ തങ്ങളോട് സൗഹൃദമുള്ള ചൈന, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളുടെ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ കപ്പലുകൾ മാത്രം കടത്തിവിട്ട് ഇതൊരു തിരഞ്ഞെടുക്കപ്പെട്ട ഉപരോധമാക്കി മാറ്റാൻ ഇറാന് കഴിഞ്ഞിട്ടുമുണ്ട്. അതായത് ഇറാൻ പൂർണ്ണമായും ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടില്ല. അവരോട് സഹകരിക്കുന്ന, ഇറാനുമായി സഹകരിക്കുന്ന രാജ്യങ്ങളുടെ കപ്പലുകൾ കടത്തിവിടുന്നുണ്ട്. അതായത് ഇറാന്റെ ബുദ്ധിപരമായ യുദ്ധതന്ത്രത്തിന് മുന്നിൽ വീണ്ടും പകച്ചു നിൽക്കുകയാണ് അമേരിക്ക എന്നാണ് പശ്ചിമേഷ്യൻ വിദഗ്ധരെല്ലാം പറയുന്നത്. ഇറാൻ അവരുടെ സാമ്പത്തികമായ പരിമിതികളെയും ഭൂമിശാസ്ത്രപരമായ കരുത്തിനെയും ഒരുപോലെ അമേരിക്കയ്ക്കെതിരെ ആയുധമാക്കി എന്നുള്ള കാര്യമാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. അതുവഴി ട്രംപിനെയും കൂട്ടരെയും ആയുധക്ഷാമത്തിലേക്കും ലക്ഷ്യസ്ഥാനങ്ങൾ കണ്ടെത്താതെ ഇരുട്ടിൽ തപ്പുന്ന അവസ്ഥയിലേക്കും വീണ്ടും ഇറാൻ എത്തിച്ചു. ഒരിക്കൽ കൂടി ഇറാന്റെ തന്ത്രങ്ങളുടെ വിജയമാണ് കാണുന്നത്. ഇനി എന്തായിരിക്കും ട്രംപിൻ്റെ നീക്കങ്ങൾ എന്നതാണ് ആകാംക്ഷ. നിലവിൽ നേരിട്ടുള്ള ഒരു അനുനയത്തിനും ഇല്ല എന്നാണ് ഇറാൻ്റെ ഇപ്പോഴത്തെ നിലപാട്. ഒമാൻ മധ്യസ്ഥ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അത് ഏത് തരത്തിൽ പ്രതിഫലിക്കും എന്നത് നമ്മൾ കണ്ടറിയേണ്ട കാര്യവുമാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വാർത്തകളുടെ ഉള്ളറിയിക്കുന്ന വിശകലനവുമായി മറ്റൊരു സിംപ്ലി ഇൻഡെപ്ത് വീഡിയോയുമായി വീണ്ടും കാണാം. ഞാൻ അൻഷാദ് ഇല്യാസ്. നന്ദി, നമസ്കാരം.